നമ്മുടെ രക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവാനുമായ അരുമനാഥൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, ഈ സുവിശേഷ പ്രസംഗ സംഘത്തിന് ധന്യമായ നേതൃത്വം നൽകുന്ന അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട അഭിവന്യ മാത്യൂസ് മാർ സെറഫീം എപ്പിസ്കോപ്പ തിരുമേനി, സക്കറിയാസ് മാർ അഫ്രൈം തിരുമേനി, വന്യ വികാര ജനറൽമാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, സുവിശേഷകരെ, സേവനിമാരെ, കർത്താവിൽ ഏറ്റവും ബഹുമാനമുള്ള ദൈവജനമേ, ഈ 2 ദിനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ എന്നെ ഏറെ ശക്തീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിനം ലഭിച്ച പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനുമെല്ലാം നന്ദിയും സ്നേഹവും ഏറെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ സുവിശേഷ പ്രസംഗ സംഘം, പ്രത്യേകിച്ചും അതിൻ്റെ ജനറൽ സെക്രട്ടറി വന്ദനായ BK ജോഷുവ അച്ഛൻ ഉൾപ്പെടുന്ന സംഘം, അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി എന്നെ ഏൽപ്പിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിനു വേണ്ട സാങ്കേതിക എല്ലാ സഹായങ്ങളെല്ലാം നൽകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ഡയറക്ടർ വന്ദനായ ആശിഷ് അച്ഛനാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻസിലെല്ലാം എന്നെ സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട ബിനു ജോൺ അച്ഛനാണ്. ഇടത്തും വലത്തും ധാരാളം ആളുകൾ കൈ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ അവസരമൊരുക്കിയത്. എല്ലാറ്റിനും നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഈ 2-ാം ദിവസത്തെ ധ്യാനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ഒരു നിമിഷം തലകുനിക്കാം. അരുമനാഥനായ കർത്താവേ, നിന്നോടുകൂടെ പാർക്കുവാൻ ഞങ്ങൾക്കൊരു ഭവനം നീ തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ പാടി ജീവിക്കുവാൻ നീ ഞങ്ങളെ നാളുതോറും അനുവദിക്കുന്നു. 2 കരങ്ങളിലും നൽകുന്ന നന്മകൾ ഏറെ വലുതാണ്. പ്രാപിച്ചതിനെല്ലാം മുൻപിൽ ഞങ്ങൾ വിനയപൂർവ്വം തലകുനിക്കുകയാണ്. ചേർത്ത് പിടിപ്പാൻ, തുണയായിരിക്കാൻ ബന്ധങ്ങളെയും, ഇടത്തും വലത്തും നിർത്തുവാൻ തലമുറകളെയും, ഹല്ലേലൂയ പാടുവാൻ നന്മകളെയും നൽകി ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. ഒന്നും സാമർഥ്യം കൊണ്ട് സമ്പാദിച്ചതല്ല, നിൻ്റെ കരുണകളാൽ ലഭിച്ചതാണെന്നറിയുന്നു കർത്താവേ. ഓരോ ദിവസവും ഞങ്ങളുടെ വീടുകളെ പണിതുയർത്തുവാൻ ഒരരുമനാഥനുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ഈ പകൽക്കാലം ആ കർത്താവ് ഞങ്ങളുടെ കൂടാരങ്ങളിലേക്ക് വരികയും ഞങ്ങളുടെ ഭവനങ്ങളെ പണിതുയർത്തുവാൻ ആവശ്യമായ ആലോചനകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിയൻ ബലഹീനനാണ്, തുണ നിൽക്കണമേ. കേൾക്കുന്നതെല്ലാം ദൈവശബ്ദമായി തിരിച്ചറിയുവാൻ പുത്രൻ തമ്പുരാൻ കൃപ ചെയ്യണം. കൂടി ഒരുവനെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ ധന്യനാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ വിവാഹ കൂദാശയിലെ ക്രമത്തിലെ ഒരു ഗീതത്തിൻ്റെ 2 വരി ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഈ ധ്യാനത്തിലേക്ക് പോകാം. കാറ്റത്തു കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട്. വിശുദ്ധനാം സത്യമടവാ
കൈയിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും God blessed, God commanded, God encouraged his family എന്ന് ഇന്നലെ നാം ശ്രവിച്ചുകൊണ്ടാണ് ഈ ധ്യാനം ആരംഭിച്ചത്. ദൈവം അനുഗ്രഹിച്ചതും ദൈവം കൽപ്പിച്ചതും ദൈവം പ്രോത്സാഹിപ്പിച്ചതുമാണ് കുടുംബം. ആ കുടുംബം നേരിടുന്ന 4 വെല്ലുവിളികളും അതിനുള്ള മറുപടിയുമാണ് ഇന്നലെ നാം ശ്രവിച്ചത്. ഇന്ന് കുടുംബത്തിൻ്റെ ഉള്ളിലെ ബന്ധങ്ങളെക്കുറിച്ചും ആ ബന്ധങ്ങളിൽ പാലിക്കേണ്ട കൽപ്പനകളെക്കുറിച്ചും ആ ബന്ധങ്ങളിലൂടെ ഒരു വീട് പണിതുയർത്തുന്നതിനെക്കുറിച്ചും നാം ധ്യാനിപ്പാൻ ഒരുങ്ങുകയാണ്. നാം ഇപ്പോൾ കേട്ട ഗീതത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ആരാണ് ഒരു ഭാര്യയും ഭർത്താവും? ഒരു സിമ്പിൾ ലളിതമായൊരു അനാലജി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാനിങ്ങനെ പറയും, ഒരു കുതിരയും വണ്ടിയുമാണ് ഭാര്യയും ഭർത്താവും. എന്താ? കുതിരയും വണ്ടിയും. ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം, ദൂരെ ഇരിക്കുകയാണെങ്കിലും. ആരാണ് കുതിര, ആരാണ് വണ്ടി? ഞാൻ കേട്ടില്ല. ഏകദേശം പിടികിട്ടുന്നുണ്ട് കാര്യങ്ങൾ. സാധാരണ നാം പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളത്, ഭർത്താവാണ് കുതിര, ഭാര്യ വണ്ടി. ചില കുതിരകളൊക്കെ ഞൊണ്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ കുതിര ഭർത്താവായത്? 50 വർഷം നാം തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിന് വക കൊണ്ടുവരുന്നവനെന്നാണ്. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം ചുടുന്നവളെന്നാണ്. അപ്പൻ എങ്ങനെയാണ് കുടുംബനാഥനായത്? ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പന് മസിലുണ്ടായിരുന്നുള്ളത് കൊണ്ടാണ്. കൃഷി ചെയ്യാൻ ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ഡിഫൈൻഡ് ഫാദർ ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അങ്ങനെയാണ് വെച്ചത്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന കാലം അഗ്രേറിയൻ സ്വഭാവമുള്ള സമൂഹമല്ല, മറിച്ച് ഒരു ഇൻഡസ്ട്രിയൽ നേച്ചറുള്ള സമൂഹമാണ്. ഇൻഡസ്ട്രിയാണ് നമ്മുടെ. ഇൻഡസ്ട്രിയുടെ നിർവചനം മസിൽ പവറല്ല, ബ്രെയിൻ പവറാണ്. ബുദ്ധിയുടെ ശക്തിയാണ്. അപ്പോൾ ബുദ്ധിയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അത് തുല്യമാണ്, അല്ലേ? പുരുഷനും സ്ത്രീക്കും അത് തുല്യമാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു കൊച്ചു ചോദ്യം ചോദിക്കാം. ഒരു IT എഞ്ചിനീയർക്ക് ശമ്പളം 70,000, BSc നേഴ്സിന് ശമ്പളം 1.5 ലക്ഷം. ആരാണ് കുതിര? ശമ്പളം കൂടിയതുകൊണ്ട് കുതിരയാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതിലേക്ക് ചില ചിന്തകൾ കൊണ്ടുപോകുന്നുണ്ട്. എന്താണ്? പുരുഷനും സ്ത്രീക്കും ഈ കാലം ചില നിർവചന വ്യത്യാസങ്ങൾ വരുന്നു. ഈ അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് മാറുമ്പോൾ ഈ വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭവനത്തിൻ്റെ ഉള്ളിലെ ബന്ധങ്ങളിൽ ചില വെല്ലുവിളികളുണ്ട്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്കറിയാം, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് വിളിക്കുകയാണ്, സൂസമ്മ എന്ന് വിളിക്കുന്നു. എന്തിനാ വിളിച്ചേ? എന്തോ? ചായ കൊണ്ടുവരാൻ.
കൃത്യമായിട്ട് കിട്ടും, സംശയമില്ല. എ BSc നഴ്സ് സെക്കൻഡ് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 12 മണിക്ക് കിടക്കയിൽ പോയി. ജോളി എന്നാണ് പേര്. ജോൺസൺ രാവിലെ 6:30 എഴുന്നേറ്റു. ജോളിയെ എന്ന് വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? കിട്ടുമോ? കിട്ടുമോ? കൃത്യം ഉത്തരം കിട്ടി. ചിലപ്പോൾ കിട്ടുമെന്ന്, ഉറപ്പില്ല, കൃത്യതയില്ല. അപ്പോൾ ജോൺസൺ എന്താ ചെയ്യേണ്ടിയേ? ആഗ്രഹങ്ങൾ പറയാണ്, ജോൺസൺ ചായ ഇടണമെന്ന്. ശരിയാണ്, ഞാൻ ആ പറഞ്ഞ കൊയറുകാരോട് ചേർന്ന് നിൽക്കുകയാണ് ഇവിടെ. ജോൺസൺ രാവിലെ എഴുന്നേറ്റ് 2 കപ്പ് ചായ ഉണ്ടാക്കി. ഇതെൻ്റെ പ്രിൻസിപ്പിളാണ്. ഉറങ്ങിക്കിടക്കുന്ന ജോളിയുടെ അരികിൽ 1 കപ്പുമായി ചെന്ന് പതിയെ താങ്ങി എഴുന്നേൽപ്പിച്ച് ചാരിയിരുത്തി. കപ്പ് കയ്യിൽ കൊടുക്കാൻ പാടില്ല, കാരണം ഉറക്കം തീർന്നിട്ടില്ല. അത് കുടിപ്പിച്ച് വീണ്ടും കിടത്തി പുതപ്പും പുതപ്പിച്ച് ചെവിയിലൊരു വർത്തമാനം കൂടെ പറയാം. എന്താ? ജോളിയെ, ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 8 മണി കഴിയുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഇത് പറയാൻ ധൈര്യമുള്ളയാൾ മാത്രമേ കല്യാണം കഴിക്കാവൂ. പത്ത് വർഷം മുമ്പേ ഞാൻ പ്രസംഗിച്ചിരുന്നു, എല്ലാ പെൺകുട്ടികളെയും കുക്കിംഗ് പഠിപ്പിക്കണം. 10 വർഷം മുമ്പേ ഞാൻ ആ പറച്ചിൽ നിർത്തി. ഇപ്പോൾ പറയുന്നത് എന്തോ വേറുകാരി വളരെ സജീവമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ ആൺകുട്ടികളെയും കുക്കിംഗ് പഠിപ്പിക്കണം. എന്തിനാ? ഇല്ലെങ്കിൽ ഇവരൊക്കെ പട്ടിണി കിടന്ന് ചത്തുപോകും. എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്? കുതിരയും വണ്ടിയുമാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ വലിയ സവിശേഷത. ബോത്ത് ആർ ഡിഫറൻറ്റ് എന്നുള്ളതാണ്. രണ്ടുപേരും വ്യത്യസ്തരാണ്. അടുത്ത വാചകം മറക്കരുത്. സെലിബ്രേറ്റിംഗ് ദ ഡിഫറൻസ് ഈസ് മാരേജ്. വ്യത്യസ്തതകളെ ആഘോഷിക്കാൻ കഴിയുമ്പോഴാണ് ബന്ധം ബന്ധമാകുന്നത്. ഒരു സ്തോത്രം പറയാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ ജീവിത പങ്കാളികളെ ഒന്ന് ഓർത്തേ. അവർ നിങ്ങളിൽ നിന്നും വ്യത്യസ്തരായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പറയേണ്ട വാക്കാണ് പ്രൈസ് ദ ലോർഡ്. നോക്കിക്കേ, നമ്മളെപ്പോലെ അവരായിരുന്നെങ്കിൽ എന്നേ ലേ. എത്ര വ്യത്യസ്തതകളാണ് നമുക്കുള്ളത്. നമ്മൾ നന്നായി നല്ല ടെമ്പറേച്ചറിൽ സംസാരിക്കുന്നയാളാണ്. കൂടെ നിൽക്കുന്നയാളോ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആളാണ്. നമ്മളെല്ലാം ഇപ്പോഴും കേൾക്കാൻ താല്പര്യമുള്ള ആളാണ്. മറ്റേയാളോ അദ്ദേഹം അതിഥികളെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളല്ല. നമ്മളോ അച്ഛനൊരു ഊണ് കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കുക. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ കാലത്തിലൊരു വാക്ക് ഞാൻ പറയട്ടെ. ഇന്ന് വ്യത്യാസമുണ്ടെന്ന് കാണുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാക്കാണ് ഫൈറ്റ്. എന്താ? അതിൻ്റെ കൂടെ ഒരു വാക്കോട് വരും, ഫ്ലൈറ്റ്. എന്തുവാ? എന്തോ കുടുംബജീവിതത്തിൽ വ്യത്യസ്തതകൾ ആഘോഷിക്കപ്പെടുമ്പോഴാണ് വീടായിത്തീരുന്നത്. നിങ്ങളുടെ വീടുകളിൽ തിരിഞ്ഞു നോക്കിക്കേ, വ്യത്യസ്തതകളാണ് നിങ്ങളുടെ വീടിന് അനുഗ്രഹമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സ് പറയും, വ്യത്യസ്തരായ ആളുകളാണ് ഞങ്ങൾ. അത് കലഹത്തിനല്ല, മറിച്ച് ഇറ്റ്സ് എ ബ്ലെസ്സിങ്, അതൊരനുഗ്രഹമാണെന്ന് പറവാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്ക് വളരെ അങ്ങനെയാണ് വിവാഹം. ഒരു വാക്ക് ഞാൻ പറയാം, ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് റിലേഷൻഷിപ്പ് ഈസ് മാരേജ്.
ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാണ് അന്തസ്സുള്ള ബന്ധമാണ് വിശുദ്ധ വിവാഹം. ഞാൻ 3 കൊച്ചു വാക്കുകൾ അതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, റെക്കഗ്നൈസിങ് ദ അതർ. കൂടെ നിൽക്കുന്നയാളിനെ തിരിച്ചറിയാൻ കഴിയുക. എൻ്റെ കൂടെ നിൽക്കുന്ന പങ്കാളിയെ വ്യത്യസ്തതകളിൽ തിരിച്ചറിയാൻ കഴിയുക. ഏറ്റവും പ്രധാനമായുള്ള വാക്ക് മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ദ റൂൾസ് ആൻഡ് റൂൾസ് ഓഫ് ദ ഫാമിലി. ഇന്ന് കുടുംബത്തിൽ റൂളുകളും വ്യത്യാസപ്പെടുകയാണ്. ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന യൗവനക്കാരോട് പറയട്ടെ, ഒരു അഗ്രേറിയൻ സമൂഹം വച്ചിരുന്ന നിയമങ്ങളല്ല ഇന്ന് കുടുംബത്തിൽ. പിന്നെ രണ്ടുപേരും റോൾസും വ്യത്യസ്തമായി ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് ഈ പകൽക്കാലം എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ ഉള്ളവരോട് ഞാൻ ഒരു റിക്വസ്റ്റ് പറയുകയാണ്. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. റെയ്മണ്ടിൻ്റെ കോട്ടുമിട്ട് കല്യാണത്തിന് വരുന്ന മണവാളൻ ഉള്ളിൽ മനോഭാവത്തിൽ ഒരു പഴയ കൃഷിക്കാരൻ്റെ സ്വഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി എൻ്റെ അപ്പൻ പ്രതികരിച്ചതുപോലെ, എൻ്റെ അപ്പന് അമ്മ ശുശ്രൂഷ ചെയ്തതുപോലെ എൻ്റെ പങ്കാളി എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് ധരിക്കുന്നുവെങ്കിൽ ഞാനതിന് അടിവരയിടുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഈ പങ്കാളിത്തം നടക്കുമ്പോൾ ട്രാൻസ്പോർട്ടിങ് ഈസ് പോസിബിൾ. എന്താണ്? ഗതാഗതം നന്നാകുന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് വരുമ്പോഴാണ്. ഞാൻ ഒന്നാമത്തെ ഭാഗം ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും നിർവചിച്ചിട്ട് മുൻപോട്ട് ഞാൻ പോവുകയാണ്. ആരാണ് ഭാര്യ? ഭർത്താവ് ആരാണ്? ഒരു വാക്ക് ചേർത്ത് പറയാം. ഒരു കുടുംബജീവിതം നന്നാകണമെങ്കിൽ ആവശ്യാനുസരണം ഭാര്യയും ഭർത്താവും കുതിരയും വണ്ടിയും ആകണം. നിർവചനങ്ങൾ മാറി ആവശ്യാനുസരണം ഭാര്യയും ഭർത്താവും കുതിരയും വണ്ടിയുമാകുമ്പോൾ ഒരു ജീവിതം ധന്യതയിലേക്ക് പോകും. ഒന്നാമത്തെ ധ്യാനത്തിൽ നിന്ന് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലെ ബന്ധങ്ങളാണ് നമ്മുടെ വിഷയമെന്ന്. ഒന്നാമത്തെ വിഷയം പേരൻറ്റിങ്, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന വിധം. ഒരു കുടുംബജീവിതം ഏറ്റവും ശക്തമായി നേരിടുന്ന വെല്ലുവിളിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്നുള്ളത്. യൗവനക്കാർ ധാരാളം പേർ ഓൺലൈനിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് വളരെ ബഹുമാനപൂർവ്വം 2 വാക്കുകൾ ഞാൻ പറയുകയാണ്. ഒന്ന്, ഇന്ന് കുടുംബങ്ങൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കേണ്ടതായി വരുന്നുണ്ട്. 2, ബോത്ത് ആർ വർക്കിംഗ്. രണ്ടുപേരും അധ്വാനിക്കുന്നവരാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നത്. ഞാൻ 4 വാക്കുകൾ ഈ ഭാഗത്ത് പറവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് 4 രീതിയിലാണ് നമ്മുടെ തലമുറ വളർന്നു വരുന്നത്. ഒന്ന്, ഡയറക്റ്റ് പാരൻറ്റിങ്. കുറേ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ചേർത്ത് തന്നെ വളർത്തുന്നുണ്ട്, അവർ കൂടെയുണ്ട്. രണ്ടാമത്തെ കൂട്ടരാണ് വെർച്വൽ പാരൻറ്റിങ് ഓർ ഓൺലൈൻ പാരൻറ്റിങ്. എന്ത്? ദൂരെ ഇരിക്കുന്നു, മക്കളെ വളർത്തുന്നു. മൂന്നാമത്തെ ക്രമമാണ് ഗ്രാൻഡ് പാരൻറ്റിങ്. അപ്പനും അമ്മയും കൂടെയില്ല, 2 പേർ മക്കളെ വളർത്തുവാൻ നാട്ടിലുണ്ടത് അപ്പനും അമ്മയുമാണ്. സ്വന്തം വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കൂടെ വളരുന്നവർ. 4ാമത്തെ കൂട്ടരാണ് സിംഗിൾ പാരൻറ്റിങ്. വിവാഹത്തിൽ എവിടെങ്കിലുമൊക്കെ ചേർച്ചകളില്ലാതെ വരുമ്പോൾ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സാഹചര്യങ്ങളിലേക്ക് വരും. ഞാനിനി പറയുന്ന കാര്യങ്ങൾ ധാരാളം മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
ഈ വാക്കുകളെ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആദ്യം ഒരു റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ മാതാപിതാക്കൾക്കെല്ലാം വലിയ കുറ്റബോധം മനസ്സിലുണ്ട്. എന്താണ് കാരണം? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ അതിനടിവരയിട്ട് ഒരു വാക്ക് പറയുക. കുറ്റബോധം ആവശ്യമില്ല. നോ പെർഫെക്റ്റ് പാരൻറ്റിങ്. പക്ഷേ ഒരു കുഞ്ഞിനെ വളർത്തുവാൻ നിങ്ങൾ ഏറ്റെടുക്കുന്ന വിധങ്ങളും അതിൻ്റെ രീതികളും ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വാക്ക് എന്താണ്? ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സന്തോഷം. ഒരു വീട്ടിൽ ഒരു പൈതൽ വളരുന്നതിന് 2 വാക്കുകൾ അനുകൂലമായിരിക്കണം. ഒന്നാമത്തെ വാക്ക് എന്താ? ദ ഹോം എൻവയോൺമെൻറ്റ്. എന്താ? കുടുംബ അന്തരീക്ഷം. 2, ദ ഇമോഷണൽ കണക്ഷൻസ്, വൈകാരികമായ ബന്ധങ്ങൾ. ഒരു കുടുംബത്തിൽ 2 വാക്കുകൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ഒരു കുടുംബ അന്തരീക്ഷം. 2, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധം. ഇത് രണ്ടും ചേരുമ്പോൾ 2 വാക്കുകളുണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം രൂപപ്പെടും, ഒരു പെരുമാറ്റം ക്രമീകരിക്കപ്പെടും. ഈ 2 വാക്കുകളെ ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഒരു കുട്ടി ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്നാൽ എങ്ങനെയായിരിക്കും ആ കുട്ടി വളരുന്നത്? ആ വീട്ടിലെ കാര്യങ്ങൾ ആ കുട്ടി കണ്ടെത്തുന്നു, വിലയിരുത്തുന്നു, ഗ്രഹിക്കുന്നു, പെരുമാറ്റമുണ്ടാക്കുന്നു. നോക്കിക്കേ, നമ്മളൊക്കെ ഇങ്ങനെയാണ് വളർന്നത്. എന്താ? വീട്ടിലെ സാഹചര്യങ്ങളെ കണ്ടു, ഗ്രഹിച്ചു, തിരിച്ചറിഞ്ഞു, അങ്ങനെ പെരുമാറാൻ പഠിച്ചു. ഒരു കുട്ടിക്ക് വൈകാരികമായ ബന്ധമുണ്ടായാൽ ഉള്ള മെച്ചം എന്താ? ആ കുട്ടി വീട്ടിൽ ബന്ധങ്ങളെ തിരിച്ചറിയും, വികാരങ്ങളെ തിരിച്ചറിയും, പ്രതികരണങ്ങളുണ്ടാകും, അത് പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കും. 4 വാക്കൊന്നുകൂടെ ഞാൻ പറയാ. ഒരു കുട്ടി വൈകാരികമായ അടുപ്പത്തിലായിരുന്നാൽ 4 കാര്യങ്ങൾ ആ കുട്ടിക്ക് പഠിക്കാം. ഒന്ന്, നല്ല ബന്ധങ്ങളിലേക്കും നല്ല വികാരങ്ങളിലേക്കും നല്ല പ്രതികരണങ്ങളിലേക്കും നല്ല പ്രകടിപ്പിക്കലുകളിലേക്കും കുട്ടി പോകും. നമുക്ക് തിരിച്ചു വരാം. ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, മക്കളെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധിക്കുവാനായി 4 ദൂതുകൾ നാം ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഒന്നാമത്തെ ദൂത്, ഒരു കുഞ്ഞിനെ എങ്ങനെ നേരിട്ട് വളർത്തണം. യൗവനക്കാരായ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, ഇന്നത്തെ യൗവനക്കാരുടെ പ്രത്യേകത 2ആണ്. ഒരു ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്കുകളെല്ലാം. ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിലെ പ്രസിദ്ധനായൊരു പീഡിയാട്രീഷ്യൻ ഒരു ഓട്ടിസം സിഗ്നൽ കാണിക്കുന്ന കുഞ്ഞിനെ അരികിൽ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വിലയിരുത്തൽ നിന്ന് ഡോക്ടർ സംസാരിച്ച് എന്നോട് ഡിസ്കഷനിൽ ഏർപ്പെട്ട വാക്കുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അച്ചോ, ഇന്നത്തെ മാതാപിതാക്കൾ ആരാണ്? ഡോക്ടറുടെ വാക്കുകളാണിത്. വീക്ക് ഡേയ്സിൽ വർക്ക് ചെയ്യുന്നു, വീക്കെൻഡ്സിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്തോ? വീക്ക് ഡേയ്സ് എന്താ? കഠിനാധ്വാനം. വീക്കെൻഡ്സോ? വിശ്രമം. എവിടെ പോകുന്നു? എങ്ങോട്ടാ പോകുന്നത്? ട്രക്കിങ്ങിന് പോകുന്നു, യാത്രയ്ക്ക് പോകുന്നു, പിക്നിക്കിന് പോകുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. ഡോക്ടർ പറഞ്ഞ 3 വാക്കുകൾ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാം. ഇന്നത്തെ തലമുറ കല്യാണത്തിന് മുൻപ് സുഖിക്കണം എന്നാഗ്രഹിക്കുന്നു. തീർന്നില്ല. കല്യാണത്തിന് ശേഷവും സ്വന്തം സുഖം അന്വേഷിക്കുന്നു. തീർന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷവും സുഖിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്,
കല്യാണത്തിന് മുമ്പ് ഇത് തന്നെ ആയിരുന്നു, കല്യാണത്തിന് ശേഷവും ഇതാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷവും ഡോക്ടർ ചോദിച്ച ചോദ്യം, കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അസൗകര്യമാണോ? ഇന്ന് വിവാഹ ജീവിതം നേരിടുന്ന വലിയ വെല്ലുവിളി ദമ്പതികളുടെ സൗകര്യവും സുഖവും കുറഞ്ഞു പോകുന്നു കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ. ഞാനൊരു വാക്ക് സ്തോത്രം പറയാണ്. മാതാപിതാക്കളെ, കുടുംബജീവിതത്തിൽ 2 വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇറ്റ്സ് നോട്ട് പ്ലഷർ പ്രിൻസിപ്പിൾസ് ബട്ട് പെയിൻ പ്രിൻസിപ്പിൾസ്. കുടുംബജീവിതത്തിൽ സുഖിക്കുവാൻ വേണ്ടി മാത്രമല്ല നാം ജീവിക്കുന്നത്, പിന്നെയോ ചില നൊമ്പരങ്ങൾ അനുഭവിക്കാൻ കൂടെയാണ്. ഇവിടെ ഇരിക്കുന്നവരെക്കുറിച്ച് ഞാനൊരു സ്തോത്രം പറയട്ടെ. ഒരു തലമുറ വളർന്നു വന്നതിൻ്റെ പിന്നിൽ ധാരാളം നൊമ്പരങ്ങൾ അറിയേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് കല്യാണത്തിന് മുൻപ് സുഖിക്കണം, കല്യാണത്തിന് ശേഷവും സുഖിക്കണം, കുഞ്ഞുങ്ങളുണ്ടായാലും സുഖിക്കണം. എന്ത് സംഭവിക്കുന്നു? കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ നാം ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ വരുന്നു. വെല്ലുവിളി 1. 2, കുറേ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്ക്രീനിലൂടെയാണ് വളർത്തുന്നത്. ഇംഗ്ലണ്ടിലിരിക്കുന്നു, കുഞ്ഞുങ്ങൾ കൊച്ചുകോയിക്കൽ വളരുകയാണ്. എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ സ്ക്രീനിലൂടെ കാണുകയാണ്. നല്ലതാണ്. സ്ക്രീനിൽ കാണുമ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചയും ഈ കുഞ്ഞിനെ ഒരുക്കി കാണിക്കും. ഒരു കുഴപ്പമില്ല. മോൻ്റെ കാലും കൈയും എല്ലാം വളരുന്നുണ്ട്, എടാ കുട്ട എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവൻ കൈയും കാലുമൊക്കെ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ കാണിക്കും. പക്ഷേ ഞാൻ ഇനി പറയുന്ന വാക്ക് മറക്കരുത്. ദൂരെ ഇരുന്ന് കേൾക്കുന്നവരെ, കുട്ടി പ്രകടിപ്പിക്കാത്ത ചില വികാരങ്ങൾ ഉള്ളിലുണ്ട്. കുട്ടി പ്രകടിപ്പിക്കാത്ത ചില നൊമ്പരങ്ങൾ ഉള്ളിലുണ്ട്. കുട്ടി ഒരിക്കലും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുത്താത്ത ചില വികാരങ്ങളുണ്ട്. അതാണ് ആ കുട്ടിയെ തകർത്തു കളയുന്നത്. ഇന്ന് വീടുകൾ വെല്ലുവിളി ഉയർത്തുന്നു. ഞാനൊരു കൊച്ചനുഭവം പറയാം. എൻ്റെ അരികിൽ വളരെ അടുത്ത സമയത്ത് വിവാഹിതരാകാൻ വന്ന 2 പേർ 4 മാസമായി എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് ചേർന്നിരുന്നു. നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ മക്കളെ? ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്, മിനിമമാണ്. ആരാ? ഈ പെൺകുട്ടി മിനിമമേ സംസാരിക്കുന്നുള്ളൂ. അതെന്നെ പറ്റി? എൻ്റെ ശീലം എങ്ങനെയാച്ചു? എൻ്റെ ശീലം എങ്ങനെയാണ്? നിനക്കതുകൊണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താ അവൾ സംസാരിക്കാതെ? ഞാൻ ആ കൗൺസിലിംഗ് റൂമിൽ നിന്ന് അവനെ പുറത്തിറക്കി നിർത്തിയിട്ട് ആ കുഞ്ഞിനോട് ചോദിച്ചു, വായ്. ചോദിച്ചു വരുമ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് അച്ഛാ. അതെങ്ങനെ ഇങ്ങനെ പറ്റി? എൻ്റെ അടുത്ത ചോദ്യം, നിൻ്റെ ഭവനാന്തരീക്ഷം എങ്ങനെ? അപ്പോൾ അവൾ പറഞ്ഞു, മൈ ഫാദർ ഈസ് ആൻ ആൽക്കഹോളിക്. എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയാണ്. മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ളവരുടെ ഇരിപ്പുണ്ട്. ഒരു മദ്യപൻ്റെ വീട്ടിൽ വളരുന്ന കുട്ടി 3 ഇഞ്ചക്ഷൻസ് എന്ന് പറയും. 3 തലയിലെഴുത്തുകൾ ആ കുട്ടി സ്വീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ആ തലയിലെഴുത്തുകൾ? ഡോണ്ട് ഫീൽ, ഡോണ്ട് ടോക്ക്, ഡോണ്ട് എക്സ്പ്രസ്. ഒന്നും സംസാരിക്കരുത്, ഒന്നും ഫീൽ ചെയ്യരുത്, ഒന്നും എക്സ്പ്രസ് ചെയ്യരുത്. ആ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ മുഖമെല്ലാം നന്നാക്കി വെച്ചിരിക്കും. കാരണം ഈ വീട്ടിൽ സങ്കടമുണ്ടെന്നാരും അറിയാൻ പാടില്ല. ഈ കുട്ടി മുൻപോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ സങ്കടമൊന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല, ആരോടും അധികം സംസാരിക്കത്തില്ല. എന്ത് സംഭവിക്കുന്നു? ഒരു വിവാഹത്തിലേക്ക് കുഞ്ഞ് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അവൾ ചിന്തിക്കുകയാ, എന്താ എൻ്റെ വീടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീട് തന്നെയായിരിക്കും ഇത്. എന്താ അതുപോലൊരു വീട്, അതുപോലൊരു മനുഷ്യൻ, അതുപോലെയുള്ള മാതാപിതാക്കൾ. ഇനിയൊരു സ്തോത്രം പറയാനൊരു വാക്ക് പറയുകയാണ്. 5.5 മണിക്കൂർ കൗൺസിലിംഗ് കഴിയുമ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നല്ലതുപോലെ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അവൾ പറഞ്ഞ
3 കൊച്ചു വാക്കുകളുണ്ട്. അച്ഛാ, എനിക്കൊരു കാര്യം മനസ്സിലായി അച്ഛൻ പറഞ്ഞതിൽ നിന്ന്. ഇതൊരു പുതിയ വീടാണ്, ഇതൊരു പുതിയ മനുഷ്യനാണ്, ഇതൊരു പുതിയ സാഹചര്യമാണ്. എനിക്കിത് തിരിച്ചറിയുവാൻ കഴിഞ്ഞത് ഇവിടെയാണ്. നോക്കുക, ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ സ്ക്രീനിലൂടെ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ജീവിച്ചാൽ പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ആ കുട്ടിയെ വല്ലാതെ തകർത്ത് കളയും. ഒരു വാക്കുകൂടെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ചാണ്. ഗ്രാൻഡ് പാരൻറ്റിങ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? മുട്ടുവേദനയുള്ള അമ്മച്ചി 3 വയസ്സുള്ള കുട്ടിയുടെ പുറകെ ഓടുകയാണ്. ഇടാ ഒന്നും നെല്ലിടാ. അമ്മച്ചിക്ക് സേവിയാ സംഘത്തിന് പോലും പോകാൻ മുട്ടുവയ്യ. ഇവനാ പറമ്പിലൂടെ ഓടുകയാണ്. അമ്മയ്ക്ക് ഇവനെ സൂക്ഷിച്ചേ വെക്കുകയുള്ളൂ, കാരണം ഉത്തരവാദിത്വം പറയണമല്ലോ. വിളിക്കുന്ന വല്യപ്പച്ചന്മാരും അത് തന്നെയാണ്. എന്താ, കയ്യെ വിടാതെ ഞാൻ നിങ്ങളെ വളരെ ബഹുമാനപൂർവ്വം കാണുന്നു, പക്ഷേ ഞാൻ ഈ യുവതലമുറയോടൊരു കാര്യം പറയാം നിങ്ങൾക്ക് വേണ്ടി. വാർദ്ധക്യത്തിലായ മാതാപിതാക്കൾ ഈ പ്രായത്തിൽ അവരുടെ ഒരുപാട് സന്തോഷങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്നോടൊന്നും തോന്നരുത്, ഞാൻ അവർക്ക് വേണ്ടി പറയുകയാണ്. 70 75 വയസ്സുള്ള വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും സ്വതന്ത്രമായൊന്ന് പ്രാർത്ഥിക്കാനും, സ്വതന്ത്രമായൊരു ദേവാലയത്തിൽ പോകാനും, സ്വതന്ത്രമായൊരു കൂട്ടായ്മയ്ക്ക് പോകാനും, വാർദ്ധക്യകാലം ഒരു ഹല്ലേലൂയ പറയാനും കഴിയാതെ വരത്തക്ക വിധം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളെ ഓർത്തൊരു സ്തോത്രം പറയുക ഞാൻ. കാരണം എന്താ, നിങ്ങളങ്ങ് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇവർ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കും 2 വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ലൂസ് പാരൻറ്റിങ്. എന്താ, ഇവരുടെ ഒരു പ്രത്യേകതയാ, കൊച്ചുമോനല്ലേ, എന്തുവാ, വാങ്ങുന്നതെല്ലാം, ചോദിക്കുന്നതെല്ലാം, പറയുന്നതെല്ലാം കൊടുക്കും. അപ്പൻ വന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞാലോ പിണങ്ങുവൻ. കാരണം എന്താ, ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം. എന്താ, വെരി ഹാർഡ് പാരൻറ്റിങ്. എന്താ, അപ്പച്ചൻ പഠിപ്പിച്ച പ്രാർത്ഥനയും വചനവും പള്ളിയും എല്ലാം കൃത്യമായി പഠിപ്പിക്കണം, സ്ക്വയറിൽ നിർത്തിയവനെ വളർത്തും. ഇത് 2 അപകടകരമാണ്. ഞാൻ എൻ്റെ കൗൺസിലർ റൂമിൽ വന്നു പോയത് 24 വയസ്സുകാരി, വല്യമ്മച്ചി വളർത്തിയത് കൊണ്ട് ദേഷ്യമടങ്ങാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വെരി ഹാർഡ് പാരൻറ്റിങ്. ഞാൻ 3 വാക്കുകൾ പറഞ്ഞു. ഒന്നാമത്, നേരിട്ട് വളർത്തുന്നവർ സുഖത്തിന് വേണ്ടി പോകുന്നു. രണ്ടാമത്, സ്ക്രീനിലൂടെ മക്കളെ വളർത്തുന്നവരുണ്ട്. മൂന്നാമത്തെ കൂട്ടരാണ് ഗ്രാൻഡ് പാരൻറ്റിങ്. ഇനി അല്പം കൂടെ വേദനയുള്ളൊരു കാര്യം പറയാം, സിംഗിൾ പാരൻറ്റിങ്. ഇന്ന് ഈ സമൂഹത്തിൽ ഒരു വലിയ കൂട്ടം കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഒരപ്പൻ്റെയോ അല്ലെങ്കിൽ ഒരു അമ്മയുടെയോ കൂടെയോ വളരുന്നവരാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നെന്ന് വിചാരിക്കരുത്. ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വേദന എന്തെന്നറിയാമോ? 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് അമ്മ കോടതി വരാന്തയിൽ കയറി നിൽക്കുകയാണ്. ഈ കുഞ്ഞ് കേൾക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പൻ അമ്മയെക്കുറിച്ച് ജഡ്ജിയോട് പറയുന്ന വാക്കുകളാണ്. ഞാനൊരു വാക്ക് അവിടെ അടിവരയിടട്ടെ. ലോകത്തിലെ ദ മോസ്റ്റ് ആങ്ഷ്യസ് ചൈൽഡ്, ഈ ഭൂമിയിലെ ഏറ്റവും ആകാംക്ഷയുള്ള കുഞ്ഞ് ആ കുഞ്ഞാണ്. എന്ത്? അപ്പൻ എപ്പോൾ അമ്മയെ തോൽപ്പിക്കും, അപ്പൻ എപ്പോൾ അമ്മയുടെ അരികിൽ നിന്ന് പോകും, ഈ അപ്പനും അമ്മയും കൂടെ ചേർന്ന് ഒരിക്കലെങ്കിലും ഒരു ജീവിതമുണ്ടോ? ഈ കേരളത്തിൽ അല്ല, നമ്മുടെ ഈ കൊച്ചു സഭയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള അനേകം കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 100 സൺഡേ സ്കൂൾ അധ്യാപകർ ചേർന്ന ഒരു റിട്രീറ്റിൽ ഒരു ലേഡി ടീച്ചർ എഴുന്നേറ്റ് പറഞ്ഞ വാചകം അല്പം നൊമ്പരമുള്ളതാണെങ്കിലും
അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ടീച്ചർ 8 വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ കുട്ടികൾക്കൊരു അസൈൻമെൻറ്റ് കൊടുത്തു. എന്താണ് അസൈൻമെൻറ്റ്? മക്കളെ, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ മുറിക്കുള്ളിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുന്ന നിങ്ങളുടെ വീടുകളെക്കുറിച്ചുള്ള നല്ല വാചകങ്ങൾ എഴുതിക്കൊണ്ട് വരണം. സ്വീറ്റ് ഹോം, മൈ ഹോം ഈസ് എ ഡ്രീം ഹോം തുടങ്ങി നല്ല ഇംഗ്ലീഷ് വാചകങ്ങൾ. ടീച്ചർ എല്ലാവരുടെയും അരികിൽ ചെന്നു, നല്ല നല്ല വാചകങ്ങൾ. അവസാനം ഇരുന്ന കുട്ടി 3 വാചകം എഴുതിയിട്ടുണ്ട്. ഇനി പറയുന്ന വാക്കുകൾ അല്പം വേദനയുള്ളതാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ കുഞ്ഞ് എഴുതിയിരിക്കുകയാണ്, അവൻ്റെ വീട്ടിൽ ഒട്ടിക്കുവാൻ വേണ്ടി, പപ്പ ഡോണ്ട് ലീവ് അസ് പപ്പ. മമ്മേ പ്ലീസ് ഡോണ്ട് ലീവ് അസ്. ഡാഡി ആൻഡ് മമ്മി പ്ലീസ് ഡോണ്ട് ലീവ് അസ്. പപ്പായെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകല്ലേ, മമ്മി ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ, അമ്മ പപ്പ പ്ലീസ് ഡോണ്ട് ലീവ് അസ്. ഈ ശബ്ദം ഓൺലൈനിലൂടെ കേൾക്കുന്ന എൻ്റെ യൗവനക്കാരായ മാതാപിതാക്കളോട് ഞാൻ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കാര്യങ്ങളും കാരണങ്ങളുമൊക്കെ നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ണുനീർ തൂകുന്നുണ്ട്. അപ്പത്തിനു വേണ്ടി യാചിച്ച കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി കരയുന്ന കാലമാണിത്. ഒരു കാലത്ത് നമ്മൾ കൈനീട്ടിയത് അപ്പം തരണമെന്നാണ്. എന്നാൽ അപ്പനും അമ്മയ്ക്കും വേണ്ടി യാചിക്കുന്നൊരു തലമുറ നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഈ ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ കുടുംബത്തെ കുറിച്ചൊരു സ്തോത്രം പറ. അവർ കൈയൊന്ന് ഉയർത്തിക്കേ. യേശുവേ, എൻ്റെ വീടിനെ, എൻ്റെ തലമുറയെ നീ ചേർത്ത് പിടിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും അനാഥരായി വളരുന്നതിന് ഇടയാകരുതേ. ഈ ശബ്ദം കേൾക്കുന്ന യൗവനക്കാരെ, ഈ പകലിൽ നിങ്ങളുടെ മുറിക്കുള്ളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ കാണിക്കാവുന്ന ഏറ്റവും വലിയ ഔദാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ അവർക്കൊരപ്പനും അമ്മയുമായിരിക്കുകയാണ്. ഒരു പീഡിയാട്രീഷ്യൻ്റെ വാക്കുകൾ താഴെ കുറിക്കുന്നു. കുറഞ്ഞ പക്ഷം ഒരപ്പനും അമ്മയും കുഞ്ഞിനെ ആദ്യത്തെ 1000 ദിവസങ്ങൾ ചേർത്ത് നിർത്തിക്കോണം. അവൻ്റെ ബ്രെയിനിൻ്റെ 80% വളർച്ചയുടെ ഭാഗം അത്. 6 വയസ്സുവരെ അവൻ്റെ ഇടത്തും വലത്തും നിങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊരു മെഡിക്കൽ വേർഡാണ്. ഇത് ആദ്യത്തെ 1000 ദിവസങ്ങൾ കുഞ്ഞിനെ അപ്പൻ്റെയും അമ്മയുടെയും കരങ്ങളിൽ മാറി മാറി എടുക്കണം. 6 വയസ്സുവരെ ആ കുഞ്ഞിൻ്റെ ഇടത്തും വലത്തും നിന്ന് വളർത്തണം. അവിടെയാണ് കുഞ്ഞുങ്ങൾ. ഈ വാക്കുകൾ ഞാൻ അവിടെ വിരാമം കുറിക്കട്ടെ. എന്താണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്? ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ കേൾക്കുന്നവരോട് ഞാൻ ഒരു വാക്ക് പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. എങ്ങനെ? ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരവരുടെ മക്കളെ അവരവർ തന്നെ വളർത്തുവാൻ പരിശ്രമിക്കണം. നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ വളർത്തണം. അതിന് ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടുന്നത് കൊണ്ട് തകരാറില്ല. പക്ഷേ ദിസ് ഈസ് മൈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി, ഇതെൻ്റെ വലിയ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 3-ാമത്തെ ദൂതിലേക്ക് നമുക്ക് തിരികെ പോകാം. ഒരു കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളിൽ, നിർമ്മിതികളിൽ 3-ാമതായി ശ്രദ്ധിക്കേണ്ട വാക്ക് ദ ഫാമിലി കമ്മ്യൂണിക്കേഷൻസ്. ഒരു കുടുംബജീവിതത്തിൻ്റെ ഉള്ളിലെ ആശയവിനിമയങ്ങളാണ്. വിശദീകരിച്ച് ആശയവിനിമയത്തിൻ്റെ തത്വങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു സൂചന നൽകിക്കൊണ്ട് പോവുകയാണ്. ഇന്ന് കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ദ ഡിസ്റ്റൻസസ് വിതിൻ ദ ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലെ അകലങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നു. ദ ഡിസ്റ്റൻസസ് വിതിൻ ദ ഫാമിലി.
അടുത്തിരിക്കുകയാണ്, പക്ഷേ അകലം വല്ലാതെ വർദ്ധിക്കുകയാണ്. ഞാനൊരു പ്രാർത്ഥന വാചകം പറയട്ടെ. ഈ പന്തലിൽ നമുക്കിങ്ങനെ പറഞ്ഞിട്ട് പോകണം: കർത്താവേ, എൻ്റെ വീടിൻ്റെ അകലം കുറയ്ക്കുന്ന അഭിഷിക്തരായിരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലെ അകലം കുറയ്ക്കുന്ന അഭിഷിക്തരായിരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എന്താണ് ഇന്നത്തെ അകലത്തിൻ്റെ പ്രത്യേകത? ഒന്ന്, അകലം കൂട്ടുന്ന ധാരാളം ഉപകരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളുടെ വർധനവ്. ഈ അകലം കൂടുമ്പോൾ നിലവിളികൾ കൂടുകയാണ്. ഉയരങ്ങളിൽ നിന്ന് നിലവിളി ഉയരുന്നത് പോലെ ഭവനത്തിനുള്ളിൽ നിലവിളി ഉയരുകയാണ്. ഞാൻ 2-3 കൊച്ചു വാക്കുകൾ ധ്യാനാത്മകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭവനം ഈ നാളുകളിൽ പഠിക്കേണ്ട ആശയവിനിമയത്തിൻ്റെ ഒരു ഭാഷ ഈ പറയുന്ന വാക്കാണ്: കമ്മ്യൂണിക്കേറ്റ് ദ സ്പിരിറ്റ് ഫിൽഡ് ലാംഗ്വേജസ്. ഭവനത്തിൻ്റെ ഉള്ളിൽ ആത്മനിറവുള്ള ഭാഷ സംസാരിക്കണം. എന്താ ഈ ആത്മനിറവുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ? അന്യഭാഷ എന്ന് കേട്ടാൽ നമുക്കറിയാം, അതിനപ്പുറത്തിരിക്കുന്നൊരു ഭാഷയാണിത്. എന്താ? ആത്മനിറവുള്ള ഭാഷകൾ സംസാരിക്കണം. ഒരു 4-5 കൊച്ചു വാക്കുകൾ ഞാനിപ്പോൾ പറയാം, ബാക്കി നമുക്ക് വീട്ടിൽ ചെന്ന് ഗ്രഹിക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാ: സോറി, പ്ലീസ്, താങ്ക് യു, ഐ ഫെയിൽഡ്, ഐ ആം ദ റീസൺ ഫോർ ദിസ് ഫെയിലിയർ. എൻ്റെ കുറ്റം കൊണ്ടായതുണ്ടായ, എൻ്റെ തകർച്ചയാ കാരണം, ഞാനാണ് തെറ്റിപ്പോയത്. ഇതൊക്കെ ആത്മനിറവുള്ള ഭാഷയാണ്. ദ സ്പിരിറ്റ് ഫിൽഡ് ലാംഗ്വേജ്, ആത്മനിറവുള്ള ഭാഷ. ഇത് വീട്ടിൽ സംസാരിക്കുമ്പോൾ വീടിന് രൂപാന്തരം സംഭവിക്കും, വീടിന് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു കൊച്ചു കാര്യം പറയാം. കൗൺസിലിംഗ് റൂമിൽ 2 പേർ കയറി വരുന്നു. 5 വയസ്സുള്ള കുട്ടിയുമുണ്ട്. സംസാരങ്ങൾ കോടതിയിൽ വരെ എത്തി. 1.5 മണിക്കൂർ കഴിയുമ്പോൾ കൗൺസിലർ ആ പങ്കാളികൾ ഒരാളോട് പറയുകയാണ്: നമുക്ക് ഈ ബന്ധങ്ങളെ രൂപീകരിക്കാൻ, രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ ഒരു വഴിയുണ്ട്. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ മതി. സോറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, ആരംഭിക്കാം. ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? ഒന്നും മിണ്ടിയില്ല. അവിടെ തീരുന്നത് ഇങ്ങനെയാ. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു: ഐ ആം സോറി ഫാദർ, ഐ എം റിയലി സോറി ടു സേ സോറി. എന്തുവാ? ഒരു സോറി പറയാൻ ഫാദറിനോട് ഞാൻ സോറി പറയുകയാണ് എന്ന് പറഞ്ഞാൽ, സോറി എന്നുള്ള വാക്ക് എനിക്ക് പറവാൻ ധൈര്യം ഉള്ളിലില്ല, ബലം ഉള്ളിലില്ല. സംഭവിക്കുന്നതെന്നറിയാമോ? 5 വയസ്സുള്ള കുട്ടി അപ്പൻ്റെ മടിയിലേക്കും, അമ്മ വലിയ കാറിൽ ഒറ്റയ്ക്ക് മടക്കയാത്രയും. കോടതി വരാന്തയുടെ അരികിൽ പോകേണ്ടവർ സോറി എന്ന ഒറ്റ വാക്കിൽ അടുത്ത 75 വർഷം ജീവിക്കുവാൻ അവസരമുണ്ടാകുമായിരുന്നു. ഞാൻ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ നാളുകളിൽ നിങ്ങൾ അഭ്യസിപ്പിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണോ? മോനെ, മോളെ, ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുകയാണ്, ഒരു ഭവനത്തിൻ്റെ ഉള്ളിലെ ആശയവിനിമയത്തിൽ ഏറ്റവും പ്രധാനം ആത്മനിറവുള്ള ഭാഷയെ സംസാരിക്കുവാൻ കഴിയുക. എപ്പോഴെങ്കിലും ഒന്ന് കുനിയാനും, എപ്പോഴെങ്കിലും ഒന്ന് തലകുനിച്ച് നിൽക്കുവാനും, എപ്പോഴെങ്കിലും ഒന്ന് മൗനമായി നിൽക്കുവാനുമൊക്കെ നമുക്ക് ധൈര്യമുണ്ടാകുമ്പോൾ വീട് ആനന്ദിക്കുവാൻ ഇടയാകും. ഈ നാളുകളിൽ നമ്മുടെ നടുവിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന
ലാംഗ്വേജസിലേക്ക് തിരികെ വരണം. ഈ സമൃദ്ധമായ ദിവസം ദൈവസന്നിധിയിലേക്ക് നോക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ഈ ഭാഷ പഠിക്കുവാൻ ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഈ മാരാമൺ കൺവെൻഷൻ്റെ പന്തലിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കൈകൂപ്പി തലകുനിച്ചുകൊണ്ട് ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അകലം കുറയ്ക്കുവാൻ ഒരഭിഷേകം എനിക്ക് തരണമേ. എവിടെയെങ്കിലുമൊക്കെ അകലം വർദ്ധിക്കുമ്പോൾ അതിന് നടുവിൽ ഒരഭിഷിക്തമായ ജീവിതം നയിക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. 5-ാമത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലെ 4-ാമത്തെ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലെ വീണ്ടെടുപ്പിൻ്റെ 4-ാമത്തെ ഇടം, റീറൈറ്റിംഗ് ദ ടേസ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഓഫ് ദ ഹോം. വീടിൻ്റെ ഉള്ളിലെ രുചിയും ഭക്ഷണമേശയും തിരുത്തിയെടുക്കേണ്ട കാലമാണിത്. റീറൈറ്റിംഗ് ദ ടേസ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഞാൻ നിങ്ങളുടെ കൊച്ചു ചോദ്യം ചോദിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ വീടുകളിലും ഇല്ല, ചില വീടുകളിലെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കഴിക്കാറുണ്ട്. ശരിയല്ലേ? തലകുലുക്കുന്നില്ലല്ലോ ആരും. എന്തോ ചിലരാമൻ പെട്ടെന്ന് പറഞ്ഞങ്ങ്. എന്താ ഒരു ഭക്ഷണമേശയുടെ പ്രസക്തി ഒരു വീട്ടിൽ? എന്തിനാ ഒരു ഭക്ഷണമേശയിൽ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് നമുക്കങ്ങനെ ഈ കുടുംബവേദിയിലൂടെ ഒരു കൊച്ചു ശുശ്രൂഷ ആരംഭിക്കാം. എന്തിനാണ് ഭക്ഷണമേശയിൽ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ആ ഭക്ഷണമേശയുടെ പ്രാർത്ഥന വെളിവാക്കുന്നത്? വളരെ ചെറിയ 3 വാക്കുകളാണ്. ഒന്ന്, ഗോഡ്സ് നിയർനെസ്. ഉയരത്തിലെ ദൈവം എൻ്റെ അടുത്തുണ്ട്, എൻ്റെ മേശയ്ക്കരികിൽ ദൈവമുണ്ട്. 2, ഗോഡ്സ് കൈൻഡ്നെസ്. ദൈവം എന്നോട് ദയ കാണിച്ചു. 3, ഗോഡ്സ് ലവ്. ദൈവം എന്നെ സ്നേഹിച്ചു. ഓരോ ഭക്ഷണമേശയ്ക്കരികിലിരിക്കുമ്പോഴും ഈ 3 ഉറപ്പുകൾ നമുക്ക് തരികയാണ്. ഒന്ന്, ഗോഡ്സ് നിയർനെസ്. ദൈവം എൻ്റെ അടുത്തുണ്ട്. 2, ദൈവം എന്നോട് ദയ കാണിച്ചു. 3, ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവമക്കളെ, ഈ പകൽക്കാലം ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മുടെ ഭക്ഷണമേശയ്ക്കരികിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ വിളമ്പി വെച്ച വിഭവങ്ങളുടെ മുമ്പിൽ ശരിക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ നമ്മൾ ഭക്ഷിക്കുന്നതെല്ലാം നമ്മുടെ അയൽപക്കക്കാരന് ഭക്ഷിപ്പാനില്ല. ഗോഡ് ഈസ് സോ നിയർ. ദൈവം വളരെ അടുത്ത് നിൽക്കുന്നു. ദൈവം എന്നോട് ദയ കാണിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഭക്ഷണമേശകൾ, ഹോസ്പിറ്റാലിറ്റി തകരുകയാണ്. എന്തോ ഈ ഭക്ഷണമേശയുടെ പ്രത്യേകത? ഭക്ഷണമേശ എന്തിൻ്റെ പ്രത്യേകതയാണ്? ഞാൻ ഇനി പറയുന്ന 3 വാക്കുകൾ എല്ലാവരും ഗ്രഹിക്കണമെന്നാണ്. എന്താണ് ഒരത്താഴമേശ നമ്മോട് പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്ന 3 വാക്കുകളാണ്. ഒന്ന്, ഒരത്താഴമേശയിലാണ് രുചി അറിയുന്നത്. രുചി. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ദ ഹോം? ഈ വീടിൻ്റെ രുചി എന്താണെന്നറിയുന്നത് ഈ ഭക്ഷണമേശയിലാണ്. 2, രുചി വ്യത്യാസം വന്നവരെ തിരിച്ചറിയുന്നതും ഈ ഭക്ഷണമേശയിലാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വീട്ടിൽ പിണങ്ങി എന്നറിയുന്നത് ഈ വാക്ക് പറയുമ്പോഴാണ്. എന്തുവാ? എനിക്കിന്ന് ഭക്ഷണം വേണ്ട. പിന്നെ അമ്മ പോയി പരുവപ്പെടുത്തി മേശക്കരികിൽ കൊണ്ടിരുത്തും. ഈ മേശക്കരികിലിരിക്കുന്നവനെ നോക്കുമ്പോൾ അറിയാം എന്തുവാ, അവനെന്തോ രുചി വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു മേശക്കരികിൽ ചുറ്റുമിരിക്കുമ്പോഴാണ് രുചി വ്യത്യാസം വന്നവരെ തിരിച്ചറിയാൻ പറ്റുന്നേ. ഒരു വാക്കുകൂടെ, ഒരു സ്തോത്രം പറയുന്ന വാക്കാണത്. രുചി പകരാൻ ഒരുവനുണ്ടെന്നറിയുന്നതും ഈ മേശയിലാണ്. എവിടെങ്കിലും രുചി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ രുചി പകരുവാൻ ഒരുവനുണ്ടെന്നറിയുന്നതും ഈ മേശയിലാണ്.
ഞാൻ ചോദിക്കട്ടെ, ഈ 3 കൊച്ചു വാക്കുകൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്താഴത്തിൽ രുചി അറിയാം, അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിൽ രുചി അറിയാം, രുചി വ്യത്യാസം വന്നവരെ തിരിച്ചറിയാം, രുചി പകരുവാൻ ഒരുവനുണ്ടെന്ന് അറിയാം. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ 3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, വാട്ട് വി ഈറ്റ്, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു. 2, വേർ വി ഈറ്റ്, നമ്മൾ എവിടെ ഭക്ഷിക്കുന്നു. 3, വിത്ത് ഹും വി ഈറ്റ്, നമ്മൾ ആരോടൊപ്പം ഭക്ഷിക്കുന്നു. ഈ 3 ചോദ്യങ്ങൾ ഇന്ന് ഭവനം ഉത്തരം പറയേണ്ടതുണ്ട്. 1, ഞാൻ എന്ത് ഭക്ഷിക്കുന്നു, ഞാൻ എവിടെ ഭക്ഷിക്കുന്നു, ഞാൻ ആരോടൊപ്പം ഭക്ഷിക്കുന്നു. ഈ 3 ചോദ്യങ്ങളും ഒരു വീട് നേരിടുന്ന വെല്ലുവിളിയാണ്. ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആ വലിയ സംസ്കാരം വെല്ലുവിളി നേരിടുകയാണ്. എന്നാൽ ഈ നല്ല പകലിൽ ഒരു ഭക്ഷണമേശയിലേക്ക് തിരികെ വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഭക്ഷണമേശ സംസാരിക്കുന്നത് എന്താ? 2 വാക്കുകൾ. 1, മീൽ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ലവ്. വീടിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഒരു ഭക്ഷണമേശയിലാണ്. തീർന്നില്ല, ഒരു ഭക്ഷണമേശ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്നറിയിക്കുക മാത്രമല്ല, സ്നേഹിക്കുവാൻ ആളുകൾ ഉണ്ടെന്നും ഭക്ഷണമേശ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഭക്ഷണമേശയിലാണ് തിരുത്തലുകളും രുചി വ്യത്യാസം വന്നവരെ കണ്ടെത്തിയതും രുചി തിരിച്ചറിയുവാൻ ഇടയായതും. ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, സാധാരണ പറയും, ഒരു നേരമെങ്കിലും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെന്നറിയാമോ? എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ മുഖവ്യത്യാസങ്ങൾ, ഭാവവ്യത്യാസങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ഈ ഭാവം എന്നെ സഹായിക്കും. സാധാരണ ഭക്തൻ പറയുന്നുണ്ട്, ഡൈനിങ് ടേബിൾ ഈസ് എ മിഷൻ ടേബിൾ. ഭക്ഷണമേശ ഒരു മിഷൻ ടേബിളാണ്. എന്തിനുണ്ട്? ഈ ഭക്ഷണമേശയിലാണ് പങ്കിടീലുകളും കൂട്ടായ്മകളും കരുതലുകളും ബലവുമൊക്കെ നമുക്ക് തിരിച്ചറിയുവാനായി കഴിയുന്നത്. ഈ വലിയ ദിവസം ദൂരെയായിരിക്കുന്ന എൻ്റെ യൗവനക്കാരോട് ചേർന്ന് പറയട്ടെ, അത്താഴത്തിൽ രുചി അറിയണം, രുചി വ്യത്യാസം വന്നവരെ തിരിച്ചറിയണം, രുചി പകരാൻ ഒരുവനുണ്ടെന്ന് അറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഭക്ഷണമേശകളായിരുന്നു ദൈവകൃപയുടെ മേശകളായി നാം രൂപാന്തരപ്പെടുത്തിയതും നാം തിരിച്ചറിഞ്ഞതെന്നും മറന്ന് പോകരുത്. 5-ാമത്തെ ദൂത്, ഒരു കുടുംബം തിരിച്ചറിയുവാൻ, ബന്ധങ്ങളെ തിരിച്ചറിയുവാൻ, ഒരു കുടുംബത്തിന്, ഒരു മാർത്തോമാ ഭവനത്തിന് ദൈവം നൽകിയിരിക്കുന്ന 3 അതിരുകളെ തിരിച്ചറിയണം. ദ ബൗണ്ടറീസ് ഓഫ് ഗ്രേസ്. ഒരു കുടുംബം ദൈവകൃപയുടെ അതിരുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവകൃപയുടെ അതിരുകൾ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ട്. ശ്രദ്ധിച്ച് ഒരു സ്തോത്രം പറവാൻ തക്കവണ്ണം ശ്രദ്ധിച്ചിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ വീട്ടിലേക്കൊന്ന് തിരിച്ചു നോക്കുക. നമ്മുടെ വീടിനെ നോക്കി ഒരു സ്തോത്രം പറയാം. നമ്മുടെ വീടുകൾ എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു? നമ്മുടെ വീടിന് 3 അതിരുകളുണ്ട്. ഓരോ മാർത്തോമാ ഭവനത്തിന്, ഒരു ക്രിസ്തീയ ഭവനത്തിന് 3 അതിരുകളാണ്. 1-ാമത്തെ അതിരെന്താ? ദ ബൗണ്ടറി ഓഫ് ദ ക്രോസ്. അതിൻ്റെ പ്രധാനപ്പെട്ട വാതിലിൽ ഒരു സ്ലീബായുടെ അതിരുണ്ട്. എന്തിനാ ഒരു സ്ലീബ വരച്ച്? എന്തിനാ ഒരു കുരിശ് വരച്ച്? കുരിശ് വരച്ചിട്ട് എന്താ പറഞ്ഞേ അച്ഛൻ, മെത്രാച്ചൻ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, കാരണം നിങ്ങൾ അന്നേരം ചിക്കൻ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ പോയിരിക്കുന്ന സമയമാണ്. എന്നാൽ പറഞ്ഞത് ഇതാ, എന്താ? ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സ്ലിബായുടെ അടയാളത്തിന്മേൽ
എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സ്ലീബ വരച്ചു കഴിഞ്ഞു. എന്തിനാ സ്ലീബ? രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. ദിസ് സ്പേസ് ഈസ് റിഡീംഡ്. ഈ സ്ഥലം വീണ്ടെടുക്കപ്പെട്ട സ്ഥലമാണ്. മാർത്തോമക്കാരെ, വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേയും വീട്ടിൽ തിരികെ ചെല്ലുന്നതിന് മുമ്പും ഓർത്തിരിക്കണം, ഒരു സ്ലീബ വരയ്ക്കപ്പെട്ട വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. എന്താ ഞാൻ ഈ വാചകം പറഞ്ഞപ്പോൾ അഭിമന്യ തോമസ് മാർ തീത്തോസ് തിരുമേനി ചുങ്കത്തറ കൺവെൻഷനിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാർത്തോമാക്കാരെല്ലാം ഒരു ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ സ്ലീബ വരച്ചുകൊണ്ട് പുറപ്പെടണം. തിരികെ ചെല്ലുമ്പോഴും സ്ലീബ വരച്ചതിൽ പ്രവേശിക്കണം. എന്തിനാ? വീണ്ടെടുക്കപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. ഞാൻ വളരെ വിനയത്തോട് ചോദിക്കട്ടെ, പുറപ്പെട്ടവരെല്ലാം ഈ ഓർമ്മയിൽ തിരികെ വീട്ടിൽ കയറുന്നുണ്ടോ? വെല്ലുവിളിയാണ്. രണ്ടാമത്തെ ഭവനത്തിൻ്റെ അതിര്, ദ ബൗണ്ടറി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു വചനത്തിൻ്റെ അതിരിലാണ് ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിവാഹ ജീവിതത്തിൽ പള്ളിയിൽ നിന്ന് ഒരു വേദപുസ്തകം സമ്മാനമായി കിട്ടത്തില്ലേ? വീട്ടിലില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തിനാണ് ഈ ദമ്പതികൾക്ക് വേദപുസ്തകം കൊടുത്തത്? കല്യാണം കഴിച്ചവരെല്ലാം എന്തിനാ കിട്ടിയേ? ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. മറന്നുപോയവർക്ക്. എന്തിനാ? രാവിലെയും വൈകിട്ടും ഇത് തുറക്കണം. എന്തിനാ തുറക്കുന്നറിയാമോ? എൻ്റെ വീട് ക്രമത്തിലാണോ എന്നറിയാനാ. കൽപ്പനകളിൽ നോക്കിയാലേ എൻ്റെ വീട് ക്രമം അനുസരിച്ചാണോ ജീവിക്കുന്നതെന്നറിയാൻ. വീടിൻ്റെ ഉള്ളിലെ വചനം തുറക്കലുകൾ എൻ്റെ വീടിനെ ക്രമത്തിലാണോ എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ്. മൂന്നാമതൊരു വാക്കൂടെ, ദ ബൗണ്ടറി ഓഫ് ദ സാക്രമെൻറ്റ്. ഞായറാഴ്ച നാം മുട്ടുകുത്തി ഒരപ്പവീഞ്ഞുകൾ കയ്യിൽ വാങ്ങും, അല്ല നാം സ്വീകരിക്കും. എന്തിനാണ് ഈ ശരീരത്തിൽ അപ്പവീഞ്ഞുകൾ നിക്ഷേപിക്കുന്നത്? ഞാൻ ഉറക്കെ പറയട്ടെ, ഈ ശരീരത്തിൻ്റെ ഏറ്റവും ശക്തമായ അതിരാണ് ഒരു വിശുദ്ധ കുർബാന. ഈ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ അടയാളം വിശുദ്ധ കുർബാനയാണ്. എൻ്റെ ശരീരം ക്രമം തെറ്റിപ്പോകാതിരിപ്പാൻ എനിക്ക് മതിൽ കെട്ടിത്തരുന്നത് ഏത്? തിരുമേശയാണ്. ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു വീടിൻ്റെ 3 അതിരുകൾ എവിടെ സംരക്ഷിക്കപ്പെടുന്നു? 1, ഒരു സ്ലീബായുടെ അതിര്. 2, വചനത്തിൻ്റെ അതിര്. 3, കൂദാശയുടെ അതിര്. ഞാനൊരു വാക്ക് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അതിരുകൾക്കുള്ളിലാണ് മക്കൾ ദൈവമക്കളായി തീരുന്നത്. ഹല്ലേലൂയ. അതിരുകൾക്കുള്ളിലാണ് എല്ലാ മക്കളും ദൈവമക്കളായി തീരുന്നത്. എൻ്റെ പിതാക്കന്മാരോട് ഞാൻ ഈ സമയത്ത് ചോദിക്കട്ടെ, ഈ അതിരുകളെല്ലാം നന്നായി നിർമ്മിക്കാനും ആ അതിരുകളിലുള്ളിൽ തലമുറകളെ പാർപ്പിക്കാനും ദൈവം നിങ്ങൾക്ക് കൃപ തരുന്നുണ്ടോ? ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ പറയട്ടെ, അതിരുകൾ തകർന്നു പോകാതെ കാവൽ നിൽക്കുവാനാണ് ദൈവം നമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന അതിരുകൾക്കുള്ളിൽ ഒരനുഗ്രഹമായിരിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫാമിലി
കുടുംബം. The altar defines the destiny of the home. ഒരു കുടുംബത്തിൽ ഉയർത്തുന്ന യാഗപീഠങ്ങളാണ് കുടുംബത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയും, ഒരു പ്രാർത്ഥനാ മുറിയാണ് ഒരു ഭവനത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. ഒന്നുകൂടെ ഉറക്കെ പറയട്ടെ, ഒരു പ്രാർത്ഥനാ മുറിയിലാണ് ഒരു ഭവനത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ഒരു ഭവനത്തിൽ മൂന്ന് യാഗപീഠങ്ങളുടെ സ്ഥലമുണ്ട്. 3 യാഗപീഠങ്ങൾ. ഞാനിങ്ങനെ 3 വാക്കിൽ പറയാം. 1, എ പേഴ്സണൽ ഓൾട്ടർ, ഒരു വ്യക്തിപരമായ യാഗപീഠം. 2, എ ഫാമിലി ഓൾട്ടർ, ഒരു കുടുംബം ഒരുക്കുന്ന യാഗപീഠം. 3, എ കമ്മ്യൂണിറ്റി ഓൾട്ടർ. ഈ 3 യാഗപീഠത്തിലാണ് ഒരു ദൈവപൈതൽ ദിനംതോറും കയറിയിറങ്ങുന്നത്. ഈ ശബ്ദം കേൾക്കുന്നവരോട് മാരാമൺ കൺവെൻഷനിൽ ഉയർത്തേണ്ട ഒരു ശബ്ദം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എ പേഴ്സണൽ ഓൾട്ടർ. ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ദമ്പതിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഡു യു ഹാവ് എ പേഴ്സണൽ ഗോഡ്? നിങ്ങൾക്ക് സ്വന്തമായി ഒരു കർത്താവുണ്ടോ? കയ്യിൽ പിടിച്ച 2 പേരോടും കർത്താവ് ഈ പകൽക്കാലം ചോദിക്കുന്നുണ്ട്, ഡു യു ഹാവ് എ പേഴ്സണൽ ഗോഡ്? ഞാൻ വിശ്വസിക്കുന്ന ഒരു വാക്കൂടെ പറയാം, എ പേഴ്സണൽ ഗോഡ് ഈസ് എ പവർഫുൾ ഗോഡ്. എൻ്റെ കയ്യിൽ പിടിച്ച കർത്താവ് ശക്തിയുള്ളൊരു ദൈവമാണ്. ഒരു കുടുംബജീവിതത്തിൽ ശക്തിയും ബലവും കിട്ടുന്നത് സ്വന്തമായൊരു ദൈവമുണ്ടായിരിക്കണം. ഇന്ന് കുടുംബത്തിൻ്റെ തകർച്ച എന്താണെന്നറിയാമോ? ഭാര്യ ഭർത്താവിനോട് പറയുക, ചച വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തൊരു ഭർത്താവിന് ഭാര്യയുടെ വാക്ക് ഗൗരവമുള്ളതായി തോന്നില്ല. അച്ഛാ, കർത്താവ് നമ്മളെ നിലനിർത്തിക്കോളും. ഇതറിയണമെങ്കിൽ അച്ചായൻ കർത്താവിനെ അറിഞ്ഞിരിക്കണം. എൻ്റെ അമ്മമാരോട് വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, സ്വന്തമായൊരു കർത്താവിനെ കൂടെ കൊണ്ട് നടന്നാലേ കർത്താവ് പറയുന്നതായിട്ട് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എ പേഴ്സണൽ ഗോഡ്. 2, എ ഫാമിലി ഓൾട്ടർ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഒരു കുടുംബ പ്രാർത്ഥന? ഒരു വാക്കിന് വേണ്ടിയാണ്. എ ഫാമിലി ഓൾട്ടർ ഈസ് എൻ ഓൾട്ടർ ഓഫ് മെമ്മറീസ്. ഓർമ്മകളുടെ ഇടമാണ് കുടുംബ പ്രാർത്ഥനയുടെ ഇടം. ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഓർമ്മകളുടെ സ്ഥലമാണ് കുടുംബ പ്രാർത്ഥന. എന്തോ ഓർമ്മ? ഒരു വാക്കൂടെ ചേർത്ത് പറയാം, ഇറ്റ്സ് എ സ്പേസ് ഓഫ് ലോങ് മെമ്മറി. ദീർഘമായ ഓർമ്മകളാണ് കുടുംബ പ്രാർത്ഥനകൾ നമുക്ക് നൽകുന്നത്. പ്രാർത്ഥിക്കാത്ത വീട് ഓർമ്മയില്ലാത്ത വീടായി മാറും. ആരെ ഓർക്കാത്ത? അരുമനാഥനെ ഓർക്കാത്ത. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, ഒരു പ്രാർത്ഥനാ മുറിയുടെ ബലമെന്താ? പ്രാർത്ഥിച്ചിട്ട് കിടന്നാലുള്ള ബലമെന്താ? വളരെ വ്യക്തിപരമായൊരു വാക്ക് ഞാൻ പറയുക. ഈ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും ഒരു കുടുംബ പ്രാർത്ഥന വീട്ടിൽ നിലനിൽക്കുന്നില്ലെന്ന് തോന്നിയാൽ ഈ ശബ്ദത്തിൽ അത് ആവർത്തിക്കാം. എന്താ കുടുംബ പ്രാർത്ഥനയുടെ ബലം? ശലോമോൻ പറഞ്ഞൊരു വാക്കുണ്ട്, തൻ്റെ പ്രിയനോ അവനത് കേട്ടില്ല, ഉറക്കത്തിൽ കൊടുക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നില്ല, എന്നാലും ചോദിക്കുക, ശലോമോന് ഉറക്കത്തിൽ കിട്ടിയത് എന്തുവാ? സേവ്യാസംകാരത്ത് നല്ല ഗ്രാഹ്യമുള്ളവരായുണ്ട്. ജ്ഞാനമാണെന്ന് പറഞ്ഞു. എത്ര ശരിയാണ്. ഭാര്യയെയും കൊട്ടാരത്തെയും സ്വത്തുക്കളെല്ലാം കിട്ടിയത് പകലിലാണ്.
ജ്ഞാനം കിട്ടിയത് രാത്രി. എന്തുവാ രാത്രിയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? ഇനി പറയുന്ന വാക്ക് അവിടെ നിന്നുകൊണ്ട് ഒരു വാക്കിൽ ചേർത്ത് വയ്ക്കാം. നാം വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരെല്ലാം, എൻ്റെ അർത്ഥം എന്തുവാ? ഭൂമിയിലെ എല്ലാ വീടും പണിയുന്നത് ആരാ? യഹോവയാ. സമ്മതിച്ചില്ലേ? യഹോവയാണ് വീട് പണിയുന്നത്. നമ്മൾ അതിൽ പങ്കുകാരാകുന്നതേ ഉള്ളൂ. ശലോമോൻ പറഞ്ഞു, തൻ്റെ പ്രിയൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. മാർത്തോമക്കാരൻ ഈ പകൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവേദലേ, ഞാൻ വിശ്വസിക്കുന്നു, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന വീട്ടിൽ അർദ്ധരാത്രികളിൽ എൻ്റെ അരുമനാഥൻ വന്ന് നമ്മുടെ വീടിനെ അവൻ പണിതുയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. മാർത്തോമാക്കാരൻ നന്നായത് പകലധ്വാനിച്ചതുകൊണ്ട് മാത്രമല്ല, അർദ്ധരാത്രിയിൽ അരുമനാഥൻ വന്ന് പണിതുയർത്തിയത് കൊണ്ടുകൂടെയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്രമിക്കുമ്പോൾ, ഞാൻ ഉറങ്ങുമ്പോൾ, ഞാൻ കിടക്കയിലായിരിക്കുമ്പോൾ രാത്രിയിൽ എൻ്റെ ഭവനത്തെ പണിതുയർത്തുന്നൊരു സർവശക്തനുണ്ട്. ഈ നല്ല പകലിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അധ്വാനവും ക്ഷീണവും ബലഹീനതയും നമ്മളെ തളർത്തിക്കളയുമ്പോൾ രാത്രിയിൽ നിൻ്റെ വീടിന് ഒരു നിർമ്മിതി നൽകുന്നൊരു സർവശക്തനായ ദൈവം കൂടെയുണ്ടെന്ന് നീ മറന്നു പോകരുത്. കൊയറുകാരുടെ ഒരു റിക്വസ്റ്റ്, ഇപ്പം പാടുന്ന പാട്ടുകളൊക്കെ വീട്ടിൽ കൂടെ പാടുമ്പോഴാണ് മാരാമൺ കൺവെൻഷൻ അനുഗ്രഹമാകുന്നത്. ഇവിടെ പഠിച്ച പാട്ടുകളെല്ലാം ഭവനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉച്ചരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നത്. ഈ പകലിൽ ഒരു ഫാമിലി ഓൾട്ടർ, ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരു നിർമ്മിതി യാഗപീഠം. അവസാനത്തെ വാക്കുകൾ, ദർ ഇസ് എ കമ്മ്യൂണിറ്റി ഓൾട്ടർ. നമുക്കെല്ലാവർക്കും വീട് പണിയാൻ ഒരു യാഗപീഠം കൂടെ ഉണ്ട്. എന്ത്? ഒരു ദൈവാലയമാണ്. ദൈവാലയത്തിലേക്ക് എന്തിനു പോകുന്നു? ക്രിസ്ത്യാനി ദേവാലയത്തിൽ പോകുന്നത് ഒരു വാക്കിന് വേണ്ടിയാണ്, ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ് ആ യാത്രയുടെ അർത്ഥം? ആരാധനകളെല്ലാം ഒറ്റ വാക്കിലാണ്: താങ്ക്സ് ഗിവിങ്. സ്തോത്രം പറയാനാണ് പള്ളിയിൽ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വിശുദ്ധ മദ്ബഹായിലിരിക്കുന്ന വസ്തു, അപ്പവീഞ്ഞുകൾ, ഇവിടെ ആരംഭിച്ചതാ? അതൊരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ നടുവിൽ ആരംഭിച്ചതാണ്. അരുമനാഥൻ സ്തോത്രം പറയുമ്പോൾ ആരംഭിച്ചതാണ് ആ വിശുദ്ധ കുർബാന. ഞാൻ പള്ളിയിൽ പോയി എന്ത് ചെയ്യുന്നു? എൻ്റെ കൊച്ചു സ്തോത്രങ്ങളെ കൂടെ അതിനോട് കലർത്തുകയാണ്. താങ്ക്സ് ഗിവിങ്. ഞാൻ ഇനി പറയുന്ന വാക്ക് മറക്കരുത്. നമ്മൾ ഉണ്ടായിരിക്കുന്നത് ദൈവാലയം നിർമ്മിക്കാനല്ല, ദൈവാലയം നിലനിൽക്കുന്നത് ഭവനങ്ങൾ നിർമ്മിക്കപ്പെടാനാണ്. എൻ്റെ അരികിലൊരു ദൈവാലയം നിൽക്കുന്നത് എൻ്റെ വീടുകൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ വീടുകൾ പണിയുന്നവരെല്ലാവരും കൂടെയാണ് ദൈവാലയത്തിലേക്ക് പോകുന്നത്. ദൈവാലയത്തിൽ നമുക്ക് പറയാനുള്ള ഒരു സാക്ഷ്യമേ ഉള്ളൂ. എന്താ? താങ്ക് യു ലോർഡ്. നീ എൻ്റെ വീടിനെ പണിതുയർത്തുന്നില്ലേ? നീ എൻ്റെ വീടിനെ ബലപ്പെടുത്തുന്നില്ലേ? നീ എൻ്റെ വീടിനെ നിലനിർത്തുന്നില്ലേ? ഇതറിഞ്ഞുകൊണ്ട് ഒരു ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവാലയത്തിലേക്ക് നമ്മൾ യാത്ര പോകുന്നു. എന്തിന്? ദൈവാലയം ഭവന നിർമ്മിതിയുടെ സ്തോത്രത്തിൻ്റെ പ്രകാശനമാണ്. ഒരു ആലയത്തിൽ നാം ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചോ, 80 വയസ്സുള്ള അപ്പച്ചൻ മുമ്പിൽ നിൽപ്പുണ്ട്. എന്താ അപ്പച്ചൻ കൈകൂപ്പി എന്നുകൊണ്ട് പറയുന്നതെന്നറിയാമോ? കർത്താവേ, കഴിഞ്ഞ 60 വർഷമായി നീ എൻ്റെ വീടിനെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി. എനിക്കൊരു നല്ല കുടുംബജീവിതം തന്നു, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു, കൊച്ചുമക്കളെ തന്നു. വീഴാതെ എൻ്റെ വീടിനെ നിർത്തിയില്ലേ?
കല്യാണം കഴിച്ചവർ പിറ്റേ ആഴ്ചയിൽ പള്ളിയിൽ പോകുന്നു. അവർ ചെന്ന് എന്താ പറയുന്നത്? ഞങ്ങൾ വീട് പണിയാൻ തുടങ്ങിയതേ ഉള്ളൂ, 4 ദിവസമേ ആയുള്ളൂ. താങ്ക് യു, നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരു ദൈവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ വീട് പണിയുടെ കണക്ക് ബോധിപ്പിക്കാനാണ്. ഞാൻ ഈ പകൽ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ആരാധന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ വീട് പണി എന്തായി എന്ന് കർത്താവിനോട് പറവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, യാഗപീഠങ്ങളിൽ എൻ്റെ വീടുകൾ പണിത് ഉയർത്തപ്പെടുകയാണ്. എനിക്ക് വ്യക്തിപരമായൊരു ദൈവവുമായി ബന്ധമുണ്ട്. എനിക്കൊരു പ്രാർത്ഥനാമുറിയുണ്ട്. പ്രാർത്ഥനാമുറി, ഒരു വാക്കൂടെ ഞാൻ ആവർത്തിക്കുന്നു, പ്രാർത്ഥനാമുറിയാണ് നിൻ്റെ ഭവനത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു തകർച്ചയിൽ, ഏതെങ്കിലും കണ്ണുനീരിലും ഭാരത്തിലും നെടുവീർപ്പിലും നിൽക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, നീ ഇരിക്കുന്ന മുറിയിൽ നിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുകയാണ്. ഈ നല്ല പകലിൽ നാം ധ്യാനിച്ചതുപോലെ, ഈ 2 ദിനങ്ങൾ ധ്യാനിച്ചതുപോലെ നമുക്കിങ്ങനെ പറയാം, കർത്താവെ, എൻ്റെ വീടുകളെ നീ അനുഗ്രഹിച്ചു, എൻ്റെ വീടുകളെ നീ കൽപ്പിച്ചാക്കി, എൻ്റെ വീടുകളെ നീ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പകലിൽ കർത്താവ് നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ. എൻ്റെ വീട് പ്രാർത്ഥനാമുറിയുടെ അരികിലേക്ക് വരാൻ, എൻ്റെ വീട് ഭക്ഷണമേശകൾക്ക് വീണ്ടെടുപ്പുണ്ടാകാൻ, എൻ്റെ വീട്ടിൽ അന്യോന്യം ഒരു ക്ഷമ പറയാനുള്ള ധൈര്യം, എൻ്റെ വീടിൻ്റെ ഉള്ളിലെ അതിരുകളെ സൂക്ഷിച്ച് ബലപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ഈ ധ്യാനം പൂർത്തീകരിക്കുകയാണ്. ഒരു പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഒരുങ്ങാം. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം നമ്മുടെ ഭവനത്തെ ഓർത്തൊരു സ്തോത്രം പറയാനുള്ള നിമിഷമാണ്. എല്ലാവരും 1 മിനിറ്റ് കൈകൂപ്പി ഒന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എല്ലാവരും, ദൂരെ നിൽക്കുന്നവരും ചാര നിൽക്കുന്നവരുമെല്ലാം ഒരു സ്തോത്രത്തോടെ ഈ ആരാധനയിലിരിക്കാം. ദൈവമക്കളെ, നമ്മുടെ വീടിനെക്കുറിച്ച് ഓർത്ത് ഒരു സ്തോത്രവും നന്ദിയും പറയാം. ഈ ഭവനത്തിൻ്റെ ഉള്ളിൽ, ഈ ആലയത്തിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും നാവിൽ നിന്നൊരു സ്തുതി ഉണ്ടാകട്ടെ. നമ്മുടെ വീടുകളെ ഓർത്തൊരു നന്ദി പറഞ്ഞു. അതിൻ്റെ എല്ലാ മുറികളെയും ഓർത്തൊരു സ്തോത്രം പറയാം. കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ ഒരു സർവശക്തൻ നമ്മെ ശക്തീകരിച്ചില്ലേ? തുണയായി ലഭിച്ചവരെ ഓർത്തൊരു നന്ദി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ദൂരെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെല്ലാം ഓർത്തൊരു നന്ദി പറയാം കർത്താവിന്. ഇടത്തും വലത്തും നമുക്ക് ദാനമായി തന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവിന് നന്ദി പറയാം. കർത്താവെ, ഞങ്ങളെ ഈ പകൽക്കാലം ഒരു ഭവനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നന്ദി പറയുന്നൊരു സമൂഹമായി നീ ഞങ്ങളെ നീക്കി ആക്കി വെച്ചതിനായി 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിൽ ശ്രേഷ്ഠമായ ബന്ധങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ. മാതാപിതാക്കളായിരിക്കാൻ നിങ്ങളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു കർത്താവെ. അന്യോന്യം ചേർന്ന് നിൽക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. അവരെ പരിപാലിപ്പാനും വളർത്തുവാനും ഞങ്ങൾ ധാരാളം വെല്ലുവിളികൾ നേരിടുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടെ നിൻ്റെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിന് നൽകിയിരിക്കുന്ന ഭക്ഷണമേശകൾക്കായി സ്തോത്രം. കർത്താവെ, ഒന്നിനും കുറവില്ലാതെ ഞങ്ങളുടെ മേശകളെ നീ അനുഗ്രഹിക്കുന്നല്ലോ. 1000 നന്ദി, സ്തുതി, സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൻ്റെ അതിരുകളെ സംരക്ഷിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണേ കർത്താവെ. ഒരു സ്ലീബ വരയ്ക്കപ്പെട്ട വീടാണ് ഞങ്ങളുടേത്. ഒരു വചനത്തിൻ്റെ അതിരിൽ ജീവിക്കേണ്ടവരാണ് ഞങ്ങൾ. ഒരു വിശുദ്ധ മേശയ്ക്കരികിൽ വളർത്തപ്പെടുന്നവരാണ് ഞങ്ങൾ. അതിരുകൾക്കുള്ളിൽ മക്കൾ
ദൈവമക്കളായി രൂപാന്തരപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, യഹോവ ഞങ്ങളുടെ ഭവനങ്ങളെ പണിതുയർത്തുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ അർദ്ധരാത്രിയിലും വന്ന് പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ യാഗപീഠങ്ങളിലൂടെ ഒരു പ്രാർത്ഥനാമുറി, ഒരു ഭവനത്തിൻ്റെ ഭാവി തീരുമാനിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ തലമുറയെ മുട്ടുകുത്താൻ പഠിപ്പിക്കണമേ, കണ്ണു നനയാൻ പഠിപ്പിക്കണമേ, കൃപയുടെ ശബ്ദങ്ങൾ ഉച്ചരിപ്പാൻ പഠിപ്പിക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിർത്തി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് സ്വന്തമായൊരു കർത്താവുണ്ടെന്ന് പറവാൻ ഞങ്ങളെ നീ ധൈര്യപ്പെടുത്തണമേ. ആ വലിയ കർത്താവ് ഞങ്ങളെ നടത്തുമെന്നും നയിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ പകൽക്കാലം എവിടെയെങ്കിലും നൊമ്പരത്തോടോ വേദനയോടോ സങ്കടത്തോടോ നിരാശയോടോ ഏതെങ്കിലും കുടുംബങ്ങളിരുന്ന് ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനാ മുറികൾ നീ അവർക്ക് ഉത്തരം പറഞ്ഞവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രതിസന്ധികൾക്ക് വീണ്ടെടുപ്പ് നൽകണമേ. അവരുടെ കണ്ണുനീരിൽ നിന്ന് നീ അവരെ നിലനിർത്തി കൊടുക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നാം തലകുനിച്ച് ഇരിക്കുന്നു. അരുമനാഥൻ നമുക്കൊരു വാഗ്ദത്തം ഈ പകൽക്കാലം തരുന്നു. നിൻ്റെ വീടിൻ്റെ കുറവുകളെ തീർത്ത് പരിഹരിപ്പാൻ ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? എൻ്റെ വീടിൻ്റെ കുറവുകളെ നീ തീർക്കണമേ കർത്താവേ. എൻ്റെ വീടിൻ്റെ ക്ഷീണങ്ങളെ നീ അകറ്റണമേ കർത്താവേ. എൻ്റെ ബലഹീനതകൾക്ക് നീ മറുപടി പറയണമേ കർത്താവേ എന്ന് ഈ പകൽക്കാലം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പകലിൽ ഒരു കൊച്ചു സമർപ്പണം ചെയ്ത് നമുക്ക് ഈ ധ്യാനം പൂർത്തീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ വീടുകളോട് ഈ 2 ദിനം അവിടെ അടുത്തുനിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ വീടുകൾക്കുള്ളിലേക്ക് നീ പ്രവേശിച്ചല്ലോ കർത്താവേ. ഞങ്ങളോട് നീ പ്രബോധിപ്പിച്ചതെല്ലാം ദൈവകൃപയോടെ, ഏറിയ ദൈവകൃപയോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ശബ്ദം കേട്ട എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വരുവാൻ ഈ ആരാധന മുഖാന്തരമാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യഹോവ ഞങ്ങളുടെ വീടുകളെ പണിതുയർത്തുന്നു, നന്ദി പറയുന്നു. ഒരു സ്തോത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഈ ശബ്ദത്താൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ നിലനിർത്തിക്കൊള്ളണമേ. വീണു പോകല്ലേ, താണു പോകല്ലേ, തളർന്നു പോകല്ലേ, ലജ്ജിച്ചു പോകല്ലേ കർത്താവേ. നിൻ്റെ കൃപയുടെ നല്ല അടയാളങ്ങളായി നിലനിൽക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നിശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാ മഹത്വവും കർത്താവിന്. യേശു ക്രിസ്തു മുഖാന്തരം അടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.